ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതൂസ് കുക്ക് ബുക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചേന തീയലാണ്. ചേന കൊണ്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇന്നൊരു ചേന തീയൽ നമുക്ക് ഉണ്ടാക്കാം. അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കെല്ലാം അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ചേന എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ, 2 മീഡിയം സൈസ് തക്കാളി, 5 പച്ചമുളക്, മുഴുവനെയുള്ള മല്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേണ്ടത് തേങ്ങയാണ്. ആദ്യം തീയലിന് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം തേങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 6 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ സമയം തന്നെ ഞാൻ മറ്റൊരു പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അതല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ചേനയൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും മല്ലിയും വേഗത്തിൽ റോസ്റ്റായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ചേനക്കൂട്ടിലേക്ക് പച്ചമുളക്, തക്കാളി എന്നിവ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ മാത്രം ചേർക്കുന്നത്. നമ്മുടെ ചേന കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. തേങ്ങയും നന്നായി റോസ്റ്റായി കഴിഞ്ഞു. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കാം. മിക്സിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി നന്നായി പതഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്കുള്ള കടുക് താളിച്ചൊഴിച്ചു കൊടുക്കാം. അടുപ്പിൽ പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടിയിട്ട്
ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ ചേനത്തീയൽ റെഡിയായി. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസ് ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് നീതൂസ് കുക്ക് ബുക്ക്.